ഹരേ കൃഷ്ണ. ഓം പരാശക്തിയെ നമ. നെയ്യാറ്റിൻകര മാരായ്മുട്ടം ശ്രീ നീലകേശി ക്ഷേത്രത്തിലെ 6 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പർണേറ്റ് മഹോത്സവമാണ് ഇക്കൊല്ലവും നടന്നത്. ആചാര അനുഷ്ഠാനങ്ങളിൽ ഒട്ടും തന്നെ കുറവ് വരാതെ ഉത്സവ ചടങ്ങുകൾ ഇന്നും കൊണ്ടാടുന്ന 500-ൽ പരം വർഷം പഴക്കമുള്ള കാവ് അഥവാ കാനന ക്ഷേത്രമാണ് മാരായ്മുട്ടം ശ്രീ നീലകേശി ക്ഷേത്രം. പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് എൻ്റെ നാടായ മാരായ്മുട്ടം. തിരുവിതാംകൂർ രാജവംശ ചരിത്രത്തിൽ പോലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് മാരായ്മുട്ടം എന്ന് പിൽക്കാലത്ത് ലോപിച്ച മഹാരാജമുട്ടം. തിരുവനന്തപുരത്തെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് നീലകേശി ക്ഷേത്രം. 6 വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ആഘോഷിക്കുന്ന പർണേറ്റ് മഹോത്സവം വളരെ ഫേമസ് ആണ്. നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം ആരുടേതായിരിക്കും? നമ്മുടെ അമ്മയുടേതല്ലേ. ഈ സങ്കടങ്ങളൊക്കെ അമ്മയോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ ദേശവാസികളായ മാരായ്മുട്ടത്തുകാരുടെ സന്തോഷവും സങ്കടവും ഒക്കെ കേൾക്കുന്ന 2 അമ്മമാരുണ്ട്. സാക്ഷാൽ ആദിപരാശക്തിയായ സാക്ഷാൽ ജഗദംബയായ മാരായ്മുട്ടത്തുകാരുടെ സ്വന്തം അഭിമാനമായ ശ്രീ നീലകേശി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വരപ്രദായിനിയായ സാക്ഷാൽ ഭദ്രകാളി അമ്മയും ഭഗവതി അമ്മയും. ആ 2 അമ്മമാരും വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇത്തവണ നന്ദഗോവിന്ദ ഭജൻസും എത്തിയിട്ടുണ്ടായിരുന്നു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ ഗ്രാമത്തെ ആനന്ദ ലഹരിയിൽ ആറാടിക്കുകയാണ് ഉണ്ടായത്. മാരായ്മുട്ടത്തുകാരുടെ ദേശദേവതയായ പരദേവതയായ കുലദേവതയായ ദേവിയാണ് ഇവിടുത്തെ ഭഗവതിയും ഭദ്രകാളിയമ്മയും. പർണേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളിയുടെ പർണിൻ്റെ തെക്കുഭാഗത്തായി 52 കോൽ മുതൽ അകലത്തിലായി മൂത്തു വിളഞ്ഞ കമുകിൻ്റെ തടിയാൽ ദാരികൻ്റെ പർണ് നിർമ്മിക്കുന്നു. 7 കളം കാവലിനു ശേഷം കാളി നടത്തുന്ന ആകാശയാത്രയിൽ ദാരികനെ കണ്ടെത്തുന്നു. വലിയ പർണിൽ കാളിയും ചെറിയ പർണിൽ ദാരികനും പോർവിളി നടത്തുന്നു. പരിഹാസവും പ്രകോപന വാക്കുകളും നിറഞ്ഞ ഈ പോർവിളിയെ പർണിൽ പോര് അഥവാ പർണിൽ തോറ്റമെന്ന് പറയുന്നു. പർണേറ്റ് രാത്രി മുഴുവൻ പിറ്റേ ദിവസം കാളി ശൂലം കൊണ്ടും ദാരികൻ വാളുകൊണ്ടും നിലത്തിലിറങ്ങി യുദ്ധം നടത്തുന്നു. അത് നിലത്തിൽ പോര് എന്ന് പറയുന്നു. പർണിൽ നിന്നും നിലത്തിറങ്ങുന്ന ദേവിയെ പർണിൻ്റെ ചുവട്ടിലുള്ള പീഠത്തിൽ ഇരുത്തുന്നു. അതിനുശേഷം ദാരികനുമായി നിലത്തിൽ പോര് ഭദ്രകാളിയും ദാരികനുമായി നിലത്തിൽ അഥവാ ഭൂമിയിൽ വച്ച് നടക്കുന്ന യുദ്ധത്തെയാണ് നിലത്തിൽ പോര് എന്ന് വിളിക്കുന്നത്. ഇതിനുവേണ്ടി പണ്ടുകാലം മുതൽ കൊയ്ത്തു കഴിഞ്ഞ പാടമാണ് ഒരുക്കിയിരിക്കുന്നത്. വാത്തി പട്ടുടുത്ത് പട്ടുകൊണ്ട് തല മറച്ച് ചിലമ്പണിഞ്ഞ് വരുന്നു. വാത്തി തിരുമുടി തലയിലെടുക്കുന്നതോടുകൂടി ഭദ്രകാളിയായി മാറുന്നു എന്നാണ് സങ്കല്പം. 41 ദിവസം വ്രതം നോറ്റ ദാരികൻ അണിയറപ്പുര കൈക്കലാക്കി അശുദ്ധമാക്കും. അതിനാൽ ദേവി അണിയറപ്പുരയിൽ കയറില്ല. അണിയറപ്പുരയിൽ ദാരികനെ അനുയായികൾ ഒരുക്കുന്നു. ദാരികൻ അണിയറപ്പുരയിൽ നിന്നും വാളുമായി ചാടിയിറങ്ങി കാളിയെ പോരിന് വിളിക്കുന്നു. നിലത്തിൽ പോരിന് മൊത്തം 7 പോരുകളുണ്ട്. 7ാമത്തെ പോരിൽ ദാരികന്റെ കിരീടം ദേവിയുടെ കയ്യിലെ വാളിനാൽ കൊത്തിയെടുത്താൽ ദാരികന്റെ ശിരസ്സെടുത്തതായി കരുതുകയും പോര് തീരുകയും ദാരികവധം കഴിഞ്ഞെത്തുന്ന ദേവിയെ ശിവപ്രതീകം കാട്ടി ശാന്തയാക്കി തിരുമുടി പീഠത്തിൽ ഇരുത്തുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഭക്തജനങ്ങൾ എല്ലാവരും അടുത്ത 6 വർഷം കഴിഞ്ഞ് നടത്തുന്ന പർണേറ്റ് മഹോത്സവത്തിനായി കാത്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നാൽ എന്തെന്നാൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടെങ്കിലും ഉത്സവ സമയമാകുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എങ്ങനെ ഇക്കൊല്ലത്തെ ഉത്സവവും ശരിയാക്കാം, ഗംഭീരമാക്കാം എന്നവർ പ്ലാൻ ചെയ്യുന്നു. അതനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ജോലിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ 10 ദിവസവും ലീവൊക്കെ എടുത്ത് അമ്മയ്ക്ക് ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെച്ച് അവരെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതലേ ഓടി വന്ന് തൊഴുതു പോകുന്ന ഒരു സ്ഥലം ഞാനിടം എന്ന് തന്നെ പറയാം. നമ്മൾ എത്രയൊക്കെ ദൂരത്ത് പോയാലും അവിടെ ഇരുന്ന് അമ്മേ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാകും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.